ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് രണ്ട് ഐറ്റമാണ് ചെയ്യുന്നത്. ഒന്ന് ഒരു ജ്യൂസാണ്, പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചമ്മന്തിയും. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ആണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി വീടുകളിൽ ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരുന്നുണ്ട്. എല്ലാവരുടെ ടെറസിൻ്റെ മുകളിലും ഇപ്പോൾ ഇത് തന്നെയാണ് കൃഷി. അപ്പോൾ ഇത് ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവും. നമ്മൾക്കിത് അധികം ഒന്ന് രണ്ടെണ്ണമൊക്കെ ജ്യൂസ് അയച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊക്കെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുക. നമുക്കിപ്പോൾ അത് അത്രയ്ക്കും ഇത്രയധികം മധുരമൊക്കെ വെച്ചിട്ട് കഴിക്കണ്ടേ, പിന്നെ മധുരമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ചമ്മന്തി ആക്കി നോക്കാം. ഇത് ഇമ്മ്യൂണിറ്റിക്കൊക്കെ വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ, പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇതിൻ്റെ ചമ്മന്തിയാണ് ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അധികം പഴുക്കാത്ത പാഷൻ ഫ്രൂട്ടാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് യെല്ലോ കളർ ആവണ്ട, കുറച്ച് ഗ്രീൻ ആയിട്ട് തന്നെ, എന്നാലും ഒരു ഇത് മൂത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പാഷൻ ഫ്രൂട്ട് പൊട്ടിച്ചെടുക്കാം. ഒരെണ്ണം തന്നെ മതി കേട്ടോ, അത് നല്ല പുളി ഉണ്ടായിരിക്കും. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും, പിന്നെ ഞാനിവിടെ ഒരു മുളകാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയ നല്ല എരിവുള്ള മുളകാണിത്. പിന്നെ കുറച്ച് ഉപ്പും. ഇത്രയും സാധനങ്ങൾ മതി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. നമ്മളിതിൻ്റെ സ്കിന്ന് അധികം കളയണ്ട, ജസ്റ്റ് ഒന്ന് ചെത്തി കളഞ്ഞാൽ മതി. എൻ്റെ മോൾ ഭാഗം കുറച്ച് ഹാർഡായിരിക്കും, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സ്കിന്ന് ഒന്ന് ചെത്തി കളയാം. നമുക്ക് നമ്മൾ മാങ്ങയൊക്കെ ചെത്തി എടുക്കുന്ന പോലെ കളഞ്ഞാൽ മതി. നമ്മൾ സ്കിന്നൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, കുറച്ച് യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇത് അത്ര മധുരമൊന്നും ആയിട്ടില്ല കേട്ടോ, ഇതിപ്പോൾ നല്ല പുളിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ സീഡ് ചെറുതായി ഒന്ന് കടിക്കണ പോലെ തോന്നും നമുക്ക്. അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ സീഡ് ഒന്ന് അരിച്ചെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് പേസ്റ്റ് പോലെ അരഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും കടിക്കില്ല, ചെറുതായി ജസ്റ്റ് നമുക്ക് ചെറുതായി ഒന്ന് കടിക്കണ പോലെ തോന്നും. ഇപ്പം നമ്മൾ പാഷൻ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ടു. ഇനി മുളക് ഇടാം. ഈ മുളക് കൊണ്ട് ഇതിന് എരിവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഈ ചമ്മന്തിക്ക് നല്ല എരിവുണ്ടെങ്കിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കിത് ചേർത്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തേങ്ങയും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ ഞാനൊരു 5-6 കാന്താരി മുളകും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി. ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ചമ്മന്തിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഈ ജ്യൂസ് 2-3 ദിവസം പ്രിസർവ് ചെയ്യുന്ന പോലെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-12 പാഷൻ ഫ്രൂട്ട് എടുത്തതാണ്. പക്ഷെ എൻ്റെ ആ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പോളം പഞ്ചസാര ചേർക്കേണ്ടി വരും. നമ്മളിത് ഡൈലൂട്ട് ചെയ്യാത്ത ഒരു സിറപ്പ് പോലെയാണ് തയ്യാറാക്കുന്നത്. ഒരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഇത് ഒന്ന് പ്രിസർവ് ചെയ്യുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചത്. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബോട്ടിലിൽ ഒഴിച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ഇത് കേടുകൂടാതിരിക്കും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ താല്പര്യമുള്ള സമയത്ത് ഇതിന്നൊരു 1/4 ഗ്ലാസ് മാത്രം എടുത്താൽ മതി ഈ സിറപ്പ്. എന്നിട്ട് ബാക്കി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ജ്യൂസാക്കി ഉപയോഗിക്കാം. ഇനി ഇതിലും ടേസ്റ്റായിട്ട് നമുക്ക് സോഡ വെച്ച് ചെയ്യാൻ പറ്റും. ഒരു 1/4 ഗ്ലാസ് സിറപ്പ് ഒഴിച്ചിട്ട് അതിലേക്ക് സോഡ ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പം നല്ല അടിപൊളി ജ്യൂസ് തയ്യാറായി. പക്ഷേ ഇത് അത്രയധികം ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ, ഒരു 3 ദിവസമൊക്കെയാണ് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് 2 ഐറ്റം കാണിച്ചിട്ടുണ്ട്. പച്ച പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് 1 ഐറ്റം, പിന്നെ പഴുത്തത് വെച്ചിട്ടും. അപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ വീട്ടിൽ ഒത്തിരി ഉള്ളവർ ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.